ഹലോ എല്ലാവർക്കും ഹായ്. ഇന്നത്തെ സ്പെഷ്യൽ സോയ ചങ്ക് 65 ആണ്, അതായത് മിൽമേക്കർ 65. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കുക. വെള്ളം നല്ലോണം ചൂടാകുമ്പം നമുക്കൊരു കപ്പ് സോയ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം തിളപ്പിക്കണം. അത് 2 മിനിറ്റ് മാത്രം തിളപ്പിക്കുക. ഇപ്പോൾ 2 മിനിറ്റിൽ കൂടി കഴിഞ്ഞാൽ സോയ ആകെ അളിവിളിയായി പോകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചങ്ങ് നല്ലോണം കഴുകി പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ സോയയ്ക്ക് ഒരു ചൊവയുണ്ട്, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ഒരു സ്മെല്ലായിരിക്കും. ഇപ്പം ഞാൻ ഒട്ടും വെള്ളമില്ലാതെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ നല്ല മുളക് പൊടി. അത് എരിവിനനുസരിച്ച് നമുക്കിടാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം 1 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി, ഇനി ഇത് നമുക്ക് അങ്ങ് കൈകൊണ്ട് തന്നെ അങ്ങ് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സായിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറഞ്ഞത് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ 1 അവർ വെക്കുന്നുണ്ട്. 1 അവർ വെച്ചാൽ നല്ലോണം അങ്ങ് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അതിനുശേഷം ഒരു പാൻ എടുത്ത് നമ്മൾ എണ്ണ ചൂടാക്കുക. എണ്ണ ഇപ്പം നല്ലോണം ചൂടായിട്ട് വേണം സോയ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ സോയ നല്ലോണം എണ്ണ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതങ്ങ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത്
അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇതങ്ങ് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. കാരണം എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും. അതേപോലെ ബാക്കിയും കൂടി അങ്ങ് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സോയ 65 റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം വെജിറ്റേറിയൻസിനൊക്കെ ഇത് അടിപൊളിയാണ്, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.